ഹായ്. അറ്റാച്ച്മെൻറ്റ് നിങ്ങളെ തകർക്കുമെന്ന് വെറുതെ പറയുന്നതല്ല. അറ്റാച്ച്മെൻറ്റ് എന്ന പദത്തിന് അർത്ഥം വരുന്നത് തന്നെ ബന്ധനം, ജപ്തി എന്നൊക്കെയാണ്. അതായത് ഒരാളെ കീഴടക്കുക, ബന്ധനസ്ഥനാക്കുക എന്നൊക്കെ. നിങ്ങൾ ആരുമായാണോ അറ്റാച്ച്ഡ് ആയത്, ആ വ്യക്തി നിങ്ങളെ അവരുടെ അടിമയാക്കി അല്ലെങ്കിൽ കീഴടക്കി നിങ്ങളുടെ മേൽ അധികാരത്തിലാകും. നിങ്ങൾക്ക് ചുറ്റും ആ വ്യക്തി ഒരു വൃത്തം വരച്ച് നിങ്ങളെ നിയന്ത്രിക്കുവാനായി എന്നർത്ഥം. ഇങ്ങനെ ഒരാളുമായി ബന്ധത്തിൽ ഏർപ്പെട്ടു പിന്നീട് അവരുടെ ബന്ധനത്തിലാകുന്നവർ വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്നവരായിരിക്കും. ഇങ്ങനെയുള്ളവർ മറ്റൊരാൾക്കു വേണ്ടി എല്ലാം ത്യജിച്ച് ജീവിക്കുന്നവരാണ്. ഒന്ന് പ്രതികരിക്കുക പോലും ചെയ്യില്ല. ഇനി പ്രതികരിച്ചാലും അവരുടെ വോയിസിന് അവിടെ യാതൊരു വിലയും ഉണ്ടാവില്ല. മറ്റേയാൾ അത് ഗൗനിക്കുക പോലുമില്ല. അല്ലെങ്കിൽ തൻ്റെ അടിച്ചമർത്തലുകളുടെ നിയന്ത്രണത്തിൽ അവർ മൗനികളായിരിക്കും. ഇവിടെ ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറിയിരിക്കുന്നു. നിങ്ങളുടെ സ്നേഹം കിട്ടാൻ വേണ്ടി അവർ ഒരുപാട് പിന്നാലെ നടന്നിട്ടുണ്ടാകും. നിങ്ങളുടെ സ്നേഹവും ഇഷ്ടവും അവർ ചോദിച്ചു വാങ്ങി നിങ്ങളെ അവരെ അഡിക്റ്റഡ് ആക്കും. അവസാനം അവർ ഇല്ലാതെ ഒരു നിമിഷം പോലും നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന അവസ്ഥ വരും. അപ്പോൾ മുതലാണ് ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുന്നത്. അവർക്ക് നിങ്ങൾ കൊടുത്ത പരിഗണന, സ്നേഹം, പ്രാധാന്യം ഒക്കെ അവർക്ക് ഒരു ഭാരമാകും. നിങ്ങൾ ഒരു പരിഹാസ്യരാവും. അവർക്ക് മുന്നിൽ ഒരു വേസ്റ്റായി, കോമാളിയായി മാറും. ഇവർ പതിയെ നിങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങുന്നതോടെ നിങ്ങൾ മാനസികമായി തകരാൻ തുടങ്ങും. ഇമോഷണൽ ഫീലിംഗ്, ഡിപ്രഷൻ എല്ലാം കടന്നു വരും. ചിലർ ചിന്തിച്ച് പ്രശ്നങ്ങളെ വലിയതാക്കി അതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. നിങ്ങൾ ഓവർ അറ്റാച്ച്മെൻറ്റിലാണോ എന്നറിയാൻ കുറച്ചു കാര്യങ്ങൾ നോക്കിയാൽ മതി. 1. സെൽഫ് ലവ്. സ്വന്തത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഒന്ന് സ്വന്തത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. തൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്? താൻ അതിനോട് എന്തെങ്കിലും നീതി പാലിച്ചുവോ? ഏതെങ്കിലും ഒരു കാര്യം സ്വന്തം ഇഷ്ടത്തിൽ നടത്തിയോ? ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിച്ചോ? ഇഷ്ടപ്പെട്ട ആഹാരം കഴിച്ചോ? ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര പോയോ? എന്നും മറ്റൊരാളുടെ ഇഷ്ടങ്ങൾക്ക് കൂട്ടുനിന്നതല്ലാതെ സ്വന്തം ഇഷ്ടം ഇപ്പോഴും മനസ്സിൽ തന്നെയാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഓവർ അറ്റാച്ച്മെൻറ്റിലാണ്. 2. ബിലീവ് ഇൻ മൈ സെൽഫ്. സ്വന്തത്തിലുള്ള വിശ്വാസം ഉണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ ഒരു ചർച്ചയുണ്ടാവുകയാണെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് ആ കാര്യത്തിൽ വ്യക്തമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയും അത് ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരിക്കുകയും ചെയ്യും. എന്നിരുന്നാലും മറ്റേ വ്യക്തി പറയുന്ന കാര്യങ്ങളെ വലുതാക്കിയെടുത്ത് അതാണ് ശരിയെന്ന് വിശ്വസിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങൾ മനഃപൂർവ്വം മറന്നു കളയുകയും ചെയ്യും. അവർ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുകയും ചെയ്യും. അവർ പറയുന്ന കാര്യങ്ങളെ നെഞ്ചേറ്റി നടക്കുകയും സ്വന്തം തീരുമാനങ്ങൾ ചവറ്റുകൊട്ടയിലെറിയുകയും ചെയ്യും. നിങ്ങൾ ഓവർ അറ്റാച്ച്മെൻറ്റിൻ്റെ ഇരകളാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയ 2 ഉദാഹരണങ്ങളാണിത്. നിങ്ങളൊന്ന് ഓർക്കുക. ഇങ്ങനെയുള്ള ഒരു ബന്ധവും ശാശ്വതമല്ല. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതിൽ നിന്ന് ഊരിപ്പോരാൻ ആഗ്രഹിക്കാതിരിക്കില്ല. ഈ ബന്ധം നിങ്ങൾക്ക് ഒരു ബന്ധനം മാത്രമായിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ബന്ധത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ പങ്കാളിയോട് പറഞ്ഞാൽ അവർ നിങ്ങളെ വലിയ കൊലപാതകം ചെയ്ത പോലെ കുറ്റവാളികളാക്കും. ഞാൻ എന്നും ജീവിച്ചത് നിനക്ക് വേണ്ടിയാണ്, നിൻ്റെ ഇഷ്ടത്തിലാണ്, എൻ്റെ ഫ്രണ്ട്സിനെ പോലും ഞാൻ ഒഴിവാക്കിയത് നിന്നോടൊപ്പം സമയം ചെലവഴിക്കാനാണ്, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, എന്നിട്ടും നീ എന്നോട് ഇങ്ങനെ പറയാൻ എങ്ങനെ മനസ്സ് വന്നു, നിൻ്റെ വായിൽ നിന്ന് എങ്ങനെ ഒരു വാക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയും. ഈ വാക്കുകൾ നിങ്ങളെ തളർത്തും. അപ്പോഴും നിങ്ങൾ വിചാരിക്കും, ഇങ്ങനെ എനിക്കു മാത്രമായി ജീവിക്കുന്ന ഒരാളോട്, ഈ ഒരു മനുഷ്യനോട് ഞാൻ എങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അത് തെറ്റായിപ്പോയെന്ന്. പ്രിയമുള്ളവരെ, നിങ്ങളിപ്പോഴും കുണ്ടുകിണറ്റിലെ തവളയെപ്പോലെ അന്ധമായ സ്നേഹത്തിൻ്റെ ബന്ധനത്തിലാണ്. ബൈ. മോട്ടിവേഷൻ മലയാളം.